നമസ്കാരം. ദീപാവലി കളരിപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ കത്രിക വെച്ച് അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ പഞ്ച് ചെയ്യാൻ, അതായത് കത്രിക കൊണ്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ 1-2 ഐറ്റം കാണിച്ചിട്ടുള്ള ഇത് 5 ഐറ്റം ഉണ്ട്. 5 ഐറ്റത്തിൽ ഞാൻ 4 ഐറ്റോളം കാണിച്ചിട്ടുണ്ട്. ഒരൈറ്റം ഇതിൽ പുതിയത് കയറുന്നുണ്ട്. 2 ഐറ്റമാണ് ഞാൻ 3 ഐറ്റമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ ഐറ്റം പുതിയത് കയറുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ ശ്രദ്ധിച്ചോ? എന്താ മാറ്റം, എന്തിനാണ് ചെയ്യുവാൻ ഒരു പുതിയ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഇതുകൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 5 ഐറ്റം ആവും. എൻ്റെ 2 വീഡിയോ കണ്ട 5 ഐറ്റം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഐറ്റം മാത്രമല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ എനിക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലധികം ഐറ്റം ചെയ്യുന്നത്. പലരും എൻ്റെ ആശാൻ്റെ കയ്യിലേക്ക് സ്റ്റോക്കൊക്കെ തീരത്തില്ല, ഇത്രയും വീഡിയോ ഇറക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഇത് ഒരുപാട് പേര് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ എനിക്ക് ഒരാൾക്ക് കൊടുത്ത് തൃപ്തിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിൽ 8 ഐറ്റം വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എൻ്റെ 150 വീഡിയോ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചിലതിൽ 8 ഐറ്റം, ചിലത് 5 ഐറ്റം ഞാൻ ഒരിക്കലും ഒരൈറ്റമായിട്ട് ചെയ്തിട്ടില്ല, 2 ഐറ്റമായിട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ വയറിനെ പഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നൈഫിന് കുത്തിയാണെന്ന് ഓർത്താണ്. ഞാൻ എപ്പോഴും വയറിനെ പഞ്ച് ചെയ്താലും കത്തി കൊണ്ട് കുത്തിയാണെങ്കിലും അത്ര അകലെയിട്ടേ ബ്ലോക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കണം, ഫസ്റ്റ് എന്നെ കയറി അറ്റാക്ക് ചെയ്യണം. എപ്പോഴും കുത്താൻ നേരത്ത് കുത്തിക്ക് ബാക്കിലേക്ക് ഇറങ്ങാവുള്ളൂ. ഈ ബാക്കിലേക്ക് വയറ് വലിച്ചു കളയണം. അപ്പോൾ വയറ് കൊണ്ട് കുത്തിക്ക് വയറ് കൊണ്ട് കളിക്കണം. കൈ കൊണ്ട് മാത്രമല്ല, തടലയിട്ട് താത്തിയിട്ട് വയറൊന്ന് വലിച്ചേക്കണം. ഓക്കെ, റെഡി, സ്റ്റാർട്ട് 1. കുത്തി ഇതല്ല ബ്ലോക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഈ കൈയുടെ മടന്ത വെച്ച് ഇവിടെ ഒറ്റ ഈ മുട്ടിൻ്റെ ജോയിൻ്റിലായി പോകണം. ഒന്നുകൂടെ നോക്കണം. ഇത് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലോക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഒരിക്കലും നിലക്ക് നിന്ന് ബ്ലോക്ക് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ കത്തി അകലം കൂടെ ശ്രദ്ധിക്കാം. വയറ്റിൽ കത്തി കയറിയാൽ മരിക്കപ്പെടും. എങ്ങനെയാണ് മരിക്കപ്പെടുന്നതെന്ന് ബ്ലീഡിങ് ഉണ്ടായി, ബ്ലഡ് അകത്ത് കോട്ടിങ് ഉണ്ടായി വയറ് വീർത്താണ് മരിക്കപ്പെടുന്നത്. അപ്പോൾ അതോർത്താണ്. പിന്നെ അഥവാ ഇതിൻ്റെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു തുണിയുടെ തുമ്പ് കെട്ടി ആ കത്തി കുത്തിയ സ്ഥലത്ത് തള്ളിക്കയറ്റി വെച്ച് കെട്ടി ആശുപത്രി കൊണ്ടുപോയി ഇവിടുന്ന് ഇവിടം വരെ കീറി കുടലിലൊക്കെ പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കണം, അകത്ത് വീട്ടിൽ വിടണം. ആ ബ്ലീഡിങ് കിടക്കുന്ന ബ്ലഡ് മൊത്തം എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വേറെ അസുഖം ഉണ്ടാകും. അപ്പോൾ അത് ഓർത്താണ്. ഒരിക്കലും നമ്മൾ ആയുധം വെച്ച് കളിക്കാത്തത് വളരെ ശ്രദ്ധിക്കണം. ഇത്ര 1 സെൻറ്റിമീറ്റർ കയറിയാൽ മതി, കുഴപ്പമാണ് ജീവിതം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണം. ഓക്കെ, റെഡി, 1 ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭാഗം തന്നെ. ഞാനൊരു ചെറിയ ഭാഗം കൂടെ കാണിച്ചു തരാം. അത് ഈ മസിൽ, നമ്മുടെ ഇവിടുത്തെ ചേർപ്പ് മസിലുണ്ട് എല്ലാത്തിനും. ഇതൊരു വയറാണ്. വയറിൻ്റെ ഇവിടുത്തെ ചേർപ്പ് മസിലുണ്ട് ജോയിൻറ്റിന്. ആ മസിൽ വെട്ടി പൊട്ടിച്ച് കളയും. അതെങ്ങനെ പൊട്ടിക്കണമെന്ന് വെച്ചാൽ തടുത്ത് റെഡി 1 ഇതുണ്ട്, തടുത്തിട്ട് ഇത് ഈ ഇവിടം കൊണ്ട് ഇവിടെ പൊട്ടിക്കുക. അങ്ങനെയും ചെയ്യാം. അത് ഡേഞ്ചറാണ്. നോക്കിയാൽ ഒന്നുകൂടെ വഴി വാസ് ഇത് തടുത്ത് താഴെ ഇട്ടിട്ട് ഇതുകൊണ്ട് നേടിക്കുന്നത്. അപ്പോൾ നൈഫും താഴെ വീഴും. അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അഥവാ ഈ അടിയിൽ നിന്നുള്ള തട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു ഇതുകൂടെ ഉണ്ട്, സാഹചര്യം കൂടെ ഉണ്ട്. റെഡി 1 രണ്ടാമത് 2 ഇതിങ്ങനെ. അപ്പോൾ അത് ഓർത്താണ്. നിങ്ങൾ മാറിയിട്ട് എപ്പോഴും ഇതിൻ്റെ കയറി ചെന്ന് തടയരുത്, അകത്ത് കയറും തള്ളി. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഫസ്റ്റ് ബ്ലോക്ക് വിറ്റാടെയൊക്കെ എന്നിട്ട് ഇറക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ബാക്കിലേക്ക് കയൽ വെച്ചിട്ട് വയറ് എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യാം. രണ്ടാമത്തെ എൻ്റെ നെഞ്ചിനാണ് പഞ്ച് ചെയ്യണത്. നെഞ്ചിന് പഞ്ച് ചെയ്യാൻ നേരത്ത് ഇത് ഈ വിരലില്ലേ, ഈ വിരൽ നടുക്കത്തെ വിരലൊന്ന് തള്ളിയിടണം, കണ്ണിൻ്റെ അകത്തൊരു തടി വെച്ചിടണം. അപ്പോൾ നോക്കണം, പഞ്ച് വേണ്ട ബ്ലോക്ക് ഒന്നുകൂടെ ബാക്ക് പഞ്ച്. സ്റ്റെപ്പൊക്കെ പഞ്ച് ചെയ്തേ. നെഞ്ചിന് പഞ്ച്, വയറ് പഞ്ച്, ഫേസ് പഞ്ച്, 3 രീതിയിലാണ്. അത് പറഞ്ഞാൽ ഓതിര ഉളവ് അരക്ക് കടകം. ഇത് നമ്മൾ 3ആയിട്ടാണ് ആളെ തരംതിരിച്ച് നമ്മൾ അഭ്യാസം പഠിപ്പിക്കുന്നത്. അപ്പോൾ നെഞ്ചിന് ചെയ്യണം. റെഡി 1 ബ്ലോക്ക് കേട്ടോ. ഈ കൈ ബ്ലോക്ക് ഇത് ബ്ലോക്ക് ചെയ്ത് ഇത് കണ്ണിൻ്റെ അടി വെച്ച്. ഓക്കെ, ഒന്നുകൂടെ റെഡി 1 പഞ്ച് ഒറ്റടി. അതെ, ഈ കൈ ഒന്ന് തള്ളിയിട്ട് ഇതിൻ്റെ അകത്തടിച്ച് കയറ്റിയാണെങ്കിൽ ഇത്ര നല്ലതാണ്. എന്നാലും നോക്കണം. റെഡി 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അപ്പോൾ ഇത് മാറ്റാം. എന്നിട്ട് നോക്കണം. റെഡി 1 ബ്ലോക്ക് കണ്ടോ, കത്രിക ഇത് കണ്ട്
കേട്ടോ. ഇത് മാറി പോവും. അപ്പോൾ നമുക്ക് അത്ര ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാം. ഓക്കെ. ഇതിനോട് തുടർച്ചയായിട്ട് വേറെ അഭ്യാസമുണ്ട്. ഞാനത് പഠിപ്പിച്ച രീതിയിൽ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പഠിപ്പിച്ച തന്നത് ഇന്ന് ഇത്ര മാത്രമേ. റെഡി? പഞ്ച്. ഇതണ്ട ഞാൻ പഠിപ്പിച്ച ഇത് അടിക്കുക. അപ്പോൾ ഒറ്റ അടിക്കുക. ഈ എടുത്തു മാറിയേ അടിക്കുക. അപ്പോൾ നോക്കി 1 ഇതാ. അപ്പോൾ ഓർത്തണം, ഇതുകൊണ്ട് ചുഴിക്കുക, ഇതുകൊണ്ട് അടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വേറെ നോക്കണം, അതിനോട് കൂടെ ചേർത്തത് ഞാൻ പഠിപ്പിക്കുകയല്ല. പഞ്ച്. എടി 1 ഇതുണ്ട്. ഇവിടെ ഇതിങ്ങനെ മടക്കുന്ന അടി, ഇതിങ്ങനെ അടി, മടക്കുന്ന അടി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഞങ്ങൾ ചെയ്യാൻ നേരത്തെ അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഒരു അറ്റാക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്തെ ഇത്രയും കാര്യം ചെയ്യും. പഞ്ച്. എടി 1. ഓക്കെ. ഇത് ചെയ്യണമെന്നില്ല, ഇത് രണ്ടും ചെയ്താൽ മതി. കഴിച്ചേ. ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. കണ്ണിന് അടി കിട്ടാത്ത ആൾ പിന്നെ തിരിച്ചറ്റാക്കത്. നാലാമത്തേന് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി ചെയ്യാൻ പോകുന്നതാണ് ഞാൻ നിങ്ങളെ ഇതുവരെ ചെയ്ത് കാണിക്കാനും. അത് എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ അഭ്യാസം അറിയാം. ഞാൻ ചെയ്യുന്ന അഭ്യാസം ഏതെങ്കിലും ആർക്കൊക്കെ ആശാന്മാർക്കൊക്കെ അറിയാം. അല്ലാതെ ഞാൻ മാത്രമായിട്ട് ഇത് പഠിക്കുന്നില്ല. കേരളത്തിലുള്ള ആശാന്മാരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് ആശാൻ പലരിടത്ത് പഠിപ്പിച്ച് കാണും. അതിൽ എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിദ്യയാണ് നിങ്ങൾ ഇത് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചെയ്യാൻ പോയാണ്. റെഡി? 1 പഞ്ച് ചെയ്യാന്നത് ഈ ബ്ലോക്ക് നോക്കണം. ഇതിനെ ബ്ലോക്ക് ചെയ്യുക കൈ. നമ്മൾ റെഡി? 1 ഇത് ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ നിന്ന് പഞ്ച് ഈ ബ്ലോക്ക്. ഇത് കയറിയ ദേ ക്യാച്ച് നിയമലത്ത്. ഇത് ഇങ്ങോട്ടും വലിച്ചിട്ട് ഇങ്ങോട്ട് തള്ളിയിടും. നിലത്ത് നമ്മൾ അടിച്ചതിൽ താഴെയിടും. ഒന്നുകൂടെ നോക്കണം. 1 ഈ ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. പിടിക്കാനത് നമ്മുടെ ഈ കഷക്കുഴി കൂടെ കൂട്ടി പിടിക്കണം. കൂട്ടി പിടിച്ചാലാണ് താഴെ ഇടുന്ന. ഒന്നുകൂടെ സ്ലോയിൽ 1 ബ്ലോക്ക്. ഇതേ ബാലൻസ് പോകും. ബാലൻസ് പോകുന്നതിൻ്റെ കാര്യം നമ്മൾ വട്ടുകാല് ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് ബാലൻസ് പോകുന്നത്. ആൾ മാറിയത്, തലയടിച്ച് വീഴുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ 1 2 ഒന്ന് കാണിച്ചു തരാം. 1 പഞ്ച്. 2 3 ഈ ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അപ്പോൾ ഇത് കണ്ടല്ലോ. ഇത് സ്ലോയിൽ നിങ്ങൾക്ക് എത്ര ഇങ്ങനെ കണ്ടിട്ടും മനസ്സിലാകാത്തവരുണ്ട്. ഞാൻ ഇനി ഓരോ ചൂട് കൃത്യമായിട്ട് ഇത് വെച്ച് കാണിച്ചു തരാം. നോക്കണം. സ്ലോയിൽ റെഡി? 1 ബ്ലോക്ക് അറ്റാക്ക്. ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ ഫോം കൊണ്ട് അറ്റാക്ക് ആണ് എടുത്ത് അടിക്കുക. ഇനി പഞ്ച് ഈ ബ്ലോക്ക് അറ്റാക്ക്. ഇത് ചെയ്ത് കവർ ചെയ്ത് അല്ലേ? ആ. തേർഡ് ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. കാലിരിക്കുന്ന നോക്കിയേ, കാല് വട്ടക്കാല. ഇതാണ് നമുക്ക് ഇവിടെ തള്ളി ഇത് ഇങ്ങോട്ട് പൊക്കുകയും ചെയ്യും. ആൾ മാറി. അപ്പോൾ നമ്മൾ കുത്തി പിടിച്ചാൽ വിടരുത്. ഒന്നുകൂടെ നോക്കണം. ലാസ്റ്റത്തെ ഒരു ഐറ്റം കൂടെ ഒന്ന് നോക്കിയേ. 1 ബ്ലോക്ക്. വേണ്ട. ഓക്കെ. നമ്മുടെ ബാക്ക് എടി ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അപ്പോൾ ക്യാച്ച് ചെയ്താണ് കൈ വിട്ട് പോകും. നോക്കണം. ഇത് ക്യാച്ച്. കണ്ടല്ലോ. ഇങ്ങനെയാണ് വിദ്യകൾ പഠിക്കേണ്ടത്. ഒരെണ്ണത്തിൻ്റെ കൂടെ 3 ഐറ്റം എല്ലാത്തിലുണ്ട്. പിന്നെ അതിൻ്റെ ശേഖരങ്ങളായിട്ട് വേറെയുണ്ട്. അപ്പോൾ അഭ്യാസം പഠിക്കാൻ നേരത്ത് നമ്മൾ ആ യഥാർത്ഥ ഒരെണ്ണം മാത്രം പഠിച്ചിട്ട് പോരും. ഏതാണ് ഇതിൻ്റെ തായ്, ആ തായ് കണ്ടുപിടിക്കണം. തായ് കണ്ടുപിടിച്ചിട്ട് അതിനോടുള്ള ശേഖരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിച്ച് മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാനുള്ള വിദ്യകൾ തീർന്നു പോകും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും തലകുത്തി നിൽക്കാനൊക്കെ കാണിക്കണം. അതാണ് അതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ പിള്ളേരെ സീനിയർ ആയിട്ടുള്ളവരെ നമ്മൾ നേർകാല്, കോൺകാല്, വീതുകാല്, കാല് കുറേ ഉണ്ട്. കാല് 18 കാലുണ്ട്. കാലൊക്കെ നമ്മൾ ഇടക്കിടക്ക് കൊടുക്കുക. മെയ്പ്പേറ്റ് കൊടുക്കുക. ഒരുപാട് മെയ്പ്പേറ്റ് കൊടുക്കണമെന്ന് വ്യായാമം കൊടുക്കണമെന്നില്ല കളരി പഠിപ്പിക്കാനത്തെ. മെയ്പ്പേറ്റ് ചില വാമപ്പ് കൊടുക്കുന്ന 2-3 ദിവസം കൊടുക്കണം. അത് കൃത്യമായിട്ട് അത് തന്നെ നമ്മളൊരു ക്യാപ്സ്യൂൾ, ഒരു ഗുളിക കൊടുക്കുന്ന പോലെ തന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ചെയ്താൽ മാത്രമേ അവർക്കത് ശരീരത്തിൽ സ്വീകരിക്കത്തുള്ളൂ. അതെല്ലാം നമ്മൾ ഇന്ന് ചെയ്ത ഒരു വ്യായാമം നാളെ മാറ്റിയിട്ട് പിന്നെ മാറ്റിയിട്ട് ചെയ്താൽ തോന്നണ പോലെ വ്യായാമം കാണിച്ചാൽ നമ്മൾ ശരീരത്തിൽ സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യായാമം കണ്ടിന്യൂ ചെയ്യുക, അഭ്യാസം കണ്ടിന്യൂ ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക.
വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.